Next, errors of principal examples നോക്കാം. First one, purchase of machinery debited in purchases account instead of in machinery account. ഒരു മെഷീനറി വാങ്ങിച്ച അത് നമുക്ക് അസറ്റ് ആയിരുന്നു, അതിനെ മെഷീനറി അക്കൗണ്ടിലായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അതിന് പകരം പർച്ചേസ് അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്തത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മെഷീനറി വരുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അത് പർച്ചേസ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറുകയാണ് ചെയ്തത്. രണ്ടാമത്, ക്യാരേജ് ഓൺ പർച്ചേസ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ഇൻ ക്യാരേജ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻ മെഷീനറി അക്കൗണ്ട്. അതുപോലെ മെഷീനറി വാങ്ങിച്ചപ്പോൾ നമുക്കൊരു ക്യാരേജ് ഉണ്ടായി, അത് ക്യാരേജ് അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്തത്, അത് മെഷീനറി അക്കൗണ്ടിലായിരുന്നു എൻ്റർ ചെയ്യേണ്ടത്. കാരണം മെഷീനറി പർച്ചേസുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഒരു ക്യാരേജാണ്, അത് മെഷീനറി അക്കൗണ്ടിലായിരുന്നു എൻ്റർ ചെയ്യുന്നത്, അതിന് പകരം അത് ക്യാരേജ് അക്കൗണ്ടിൽ കൊണ്ട് എൻ്റർ ചെയ്തു. അവിടെയും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ തെറ്റായിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുത്തു. മൂന്നാമത്തെ എക്സാമ്പിൾ, റെസിപ്റ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ക്രെഡിറ്റഡ് ഇൻ സെയിൽസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻ ഫർണിച്ചർ അക്കൗണ്ട്. ഒരു ഫർണിച്ചർ, പഴയ ഫർണിച്ചർ സെയിൽ നടത്തി, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് സെയിൽസ് അക്കൗണ്ടിൽ കൊണ്ട് എൻ്റർ ചെയ്തു, അത് ഫർണിച്ചർ അക്കൗണ്ടിലായിരുന്നു എൻ്റർ ചെയ്യേണ്ടത്. ഒരു ക്യാപിറ്റൽ റെസിപ്റ്റാണ് ഒരു പഴയ ഫർണിച്ചർ നമ്മൾ സെയിൽ നടത്തുമ്പോൾ സംഭവിക്കുന്നത്, അതിൽ സെയിൽസ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. റെന്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഡെബിറ്റഡ് ഇൻ ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻ റെന്റ് അക്കൗണ്ട്. റെന്റ് പേ ചെയ്തത് നമ്മൾ റെന്റ് അക്കൗണ്ടിൽ വേണമായിരുന്നു എൻ്റർ ചെയ്യാൻ, അതിന് പകരം ലാൻഡ് ലോഡ് അക്കൗണ്ടിൽ കൊണ്ട് നമ്മൾ എൻ്റർ ചെയ്തു, അതും തെറ്റായ ഒരു പ്രിൻസിപ്പിളാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് തെറ്റിച്ചത്. അടുത്തത് ക്ലറിക്കൽ എറേഴ്സ്. ക്ലറിക്കൽ എറേഴ്സ് ആർ ദോസ് എറേഴ്സ് കമ്മിറ്റഡ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് റെക്കോർഡിംഗ് of transactions in the books of original entry, posting the journal entries into accounts, totaling of accounts, balancing of accounts, carry forward of accounts, etc. Clerical errors happen mainly due to carelessness, negligence, overlook, etc. Clerical errors are grouped into errors of omission, errors of commission, compensating errors, errors of duplication. Clerical errors are those errors committed in the normal course of recording of transactions in the books of original entry. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്ക്, അതിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അവിടെ റെക്കോർഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എറർ, തെറ്റ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജേർണൽ എൻട്രീസിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും ഒരു എറർ ഉണ്ടായി. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ടോട്ടൽ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, അതുപോലെ തന്നെ ബാലൻസ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഇനി അതിൻ്റെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റ്, ഇതൊക്കെ ക്ലർക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതിനെയാണ് ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. ക്ലറിക്കൽ എറേഴ്സ് ഹാപ്പൻ മെയിൻലി ഡ്യൂ ടു കെയർലെസ്നെസ്, നെഗ്ലിജൻസ്, ഓവർലുക്ക്, എക്സെട്ര. സാധാരണ ക്ലറിക്കൽ എറേഴ്സ് സംഭവിക്കുന്നത് അവരുടെ ശ്രദ്ധയില്ലായ്മയും അവരുടെ നെഗ്ലിജൻസ്, അറിവില്ലായ്മയും അതുപോലെ തന്നെ തെറ്റായ കാഴ്ചപ്പാടുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ക്ലറിക്കൽ എറേഴ്സ് സംഭവിക്കുന്നത്. ക്ലറിക്കൽ എറേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഇങ്ങനെ 4 തരത്തിലാണ് ക്ലറിക്കൽ എറേഴ്സിനെ നമ്മൾ തരംതിരിക്കുന്നത്. എന്താണ് എറേഴ്സ് ഓഫ് ഒമിഷൻ? Errors of omission are those errors which arise when one fails to enter a transaction in the books of original entry, or when an entry in the books of original entry is not posted to the ledger. Omission, വിട്ടുപോവുക. ഈ എറേഴ്സ് സംഭവിക്കുന്നത് ഒന്ന് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ എഴുതുന്ന കാര്യം. ഇനി അങ്ങനെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ എഴുതി അതിനുശേഷം ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വിട്ടുപോയി. ഇങ്ങനെയാവാം ഈ എറേഴ്സ് ഓഫ് ഒമിഷൻ സംഭവിക്കുന്നത്. എങ്കിൽ പോലും ഈ എറേഴ്സ് ഓഫ് ഒമിഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കംപ്ലീറ്റ് ഒമിഷൻ, ഒന്ന് പാർഷ്യൽ ഒമിഷൻ. ഒന്ന് മൊത്തത്തിൽ വിട്ടുപോവുക, ഒന്ന് ഒരു ഭാഗത്ത് മാത്രം വിട്ടുപോയി മറ്റൊരു വശത്ത് എഴുതി. അങ്ങനെയാണ് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷനും എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷനും വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Errors of complete omission. An error of complete omission is one in which a transaction is fully omitted to be recorded in the books of accounts. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോവുക, എഴുതാനായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. അതിനെയാണ് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത്.
In the error of complete omission, both debit and credit aspects of a transaction are not at all recorded in the books of accounts. അങ്ങനെ complete omission സംഭവിക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷന് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും രണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് വിട്ടുപോകും. A transaction which is not entered in the subsidiary book is a case of complete omission, as the posting in the ledger accounts are also omitted. ഒരു സബ്സിഡറി ബുക്കിൽ ഒരു ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്തില്ല എങ്കിൽ അതിനെ ഒരു കംപ്ലീറ്റ് ഒമിഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ലെഡ്ജർ അക്കൗണ്ട്സിലും ആ ഒരു ട്രാൻസാക്ഷൻ എഴുതുന്ന കാര്യം ഒമിറ്റ് ചെയ്തു പോകും, വിട്ടുപോകും. An error of complete omission does not affect the agreement of trial balance, as both the debit and credit aspects go unrecorded. ഒരു കംപ്ലീറ്റ് ഒമിഷൻ ഒരു കാരണവശാലും ട്രയൽ ബാലൻസിനെ ബാധിക്കത്തില്ല. ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റ് അത് ടാലി ആവുന്നത് ബാധിക്കത്തില്ല. കാരണം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും രണ്ടും എഴുതുവാൻ വിട്ടുപോയി. Then errors of partial omission. An error of partial omission is one in which only one aspect of a transaction is recorded in the books of account. ഒരു partial omission എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് error of partial omission സംഭവിക്കുന്നത്. It happens while posting from day books to ledger accounts. നമ്മൾ ഡേ ബുക്കിൽ നിന്ന് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും സാധാരണ അത് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 300 is received from the customer and same is recorded in the debit side of cash book. നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ ഒരു കാര്യം റെക്കോർഡ് ചെയ്തു, ഒരു കസ്റ്റമറുടെ നിന്ന് 300 rupees കിട്ടിയതായിട്ട്. ബട്ട് ഒമിറ്റഡ് ടു പോസ്റ്റ് ദി ക്രെഡിറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് അക്കൗണ്ട്. പക്ഷേ ആ കസ്റ്റമറുടെ അക്കൗണ്ട് ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പം അത് ആ ഒരു ട്രാൻസാക്ഷൻ എഴുതുന്ന കാര്യം വിട്ടുപോയി. ക്യാഷിൽ വന്നു, പക്ഷേ ആ കസ്റ്റമറുടെ അക്കൗണ്ട് നിന്ന് ആ എമൗണ്ട് കുറയേണ്ടതായിട്ട് ഉണ്ട്. അത് അവിടെ കുറയത്തില്ല, കാരണം ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ എഴുതിയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അത് എഴുതാൻ വിട്ടു. The errors of partial omission always affect the agreement of trial balance. ട്രയൽ ബാലൻസ് ടാലി ആവാതെ ഇരിക്കാനായിട്ട് ഈ എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ എപ്പോഴും കാരണമാവാറുണ്ട്. Then error of commission. Errors committed when transactions are incorrectly recorded are called error of commission. തെറ്റായിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് error of commission സംഭവിക്കുന്നത്. These are the errors caused while posting, totaling, balancing, carry forwards, etc. ഈ എറേഴ്സ് സംഭവിക്കുന്നത് പോസ്റ്റിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ടോട്ടൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാലൻസ് ചെയ്യുമ്പോഴും പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴും ഒക്കെയാണ് ഈ എറർ ഓഫ് കമ്മീഷൻ സംഭവിക്കുന്നത്. ഫോളോയിങ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, മിസ്റ്റേക്ക് ഇൻ ട്രാൻസ്ഫറിങ് ദി ബാലൻസ് ഓഫ് ദി അക്കൗണ്ട്സ് ടു ദി ട്രയൽ ബാലൻസ് ഓർ ഒമിറ്റിംഗ് ടു റെക്കോർഡ് ദി ബാലൻസ് ഓഫ് ആൻ അക്കൗണ്ട് ഇൻ ദി ട്രയൽ ബാലൻസ്. ഒന്ന്, ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അടുത്ത, മിസ്റ്റേക്ക് ഇൻ ബാലൻസിങ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിൻ്റെ അകത്ത് തെറ്റിപ്പോയി. അതുപോലെ മിസ്റ്റേക്ക് ഇൻ പോസ്റ്റിംഗ് ബൈ റെക്കോർഡിങ് എ റോങ് എമൗണ്ട്. പോസ്റ്റിംഗ് സമയത്ത്, അതായത് ഡേ ബുക്കിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തപ്പം എമൗണ്ട് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തു. Mistakes made by making an entry on the wrong side. Such mistake caused double difference in the trial balance. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ട് എഴുതി. അങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ ട്രയൽ ബാലൻസിൽ ഇരട്ടി ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. Mistake in casting of subsidiary books. A mistake in the total of the purchase book will affect the purchase account. A mistake in the total of sales book will affect the sales account. സബ്സിഡറി ബുക്ക് പ്രിപ്പയർ ചെയ്തപ്പം മിസ്റ്റേക്ക് സംഭവിച്ചു. ഒരു പർച്ചേസ് ബുക്കിൽ ടോട്ടൽ ചെയ്തപ്പം മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ അത് പർച്ചേസ് അക്കൗണ്ടിനെ ബാധിക്കും. അതുപോലെ തന്നെ സെയിൽസ് ബുക്കിൽ ടോട്ടൽ ചെയ്തപ്പം മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ അത് സെയിൽസ് അക്കൗണ്ടിനെ ബാധിക്കും. സിമിലർലി, totals of returns book, if wrongly taken, return inwards account and return outwards account will be posted with the wrong amounts. റിട്ടേൺ, സെയിൽസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ ഒക്കെ ഉണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്തപ്പോഴും ഈ പറഞ്ഞ റോങ് എമൗണ്ട് വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തതെങ്കിൽ അവിടെയും മിസ്റ്റേക്ക് സംഭവിക്കും. ദീസ് മിസ്റ്റേക്ക് വിൽ അഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഈ മിസ്റ്റേക്കൊക്കെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം ആണ്.
Next is compensating errors. A compensating error is one which compensates another error. ഒരു തെറ്റിനെ ഇല്ലാണ്ടാക്കി കളയുക മറ്റൊരു എറർ കൊണ്ട്. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പോവുക, അതിനാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഒരു എറർ മറ്റൊരു എറർ ഇല്ലാണ്ടാക്കി കളയുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. Compensating errors occur when two or more errors are committed in such a way that the net effect of those errors on the debit and credit of accounts is nil. ഒരു കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എറേഴ്സ് സംഭവിക്കാം, എന്നിട്ട് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് അവസാനം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കിനും ഒരു ഡിഫറൻസും ഇല്ലാണ്ട് വരത്തക്ക രീതിയിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുമുള്ള അക്കൗണ്ട്സിൽ ഈ എറേഴ്സ് സംഭവിക്കുക. അതിനെയാണ് ഈ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ദീസ് എറേഴ്സ് ആർ ന്യൂട്രലൈസിങ് ഇൻ നേച്ചർ. ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നതിനെയാണ് ഈ എറേഴ്സ് കാരണമാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എക്സ് for rupees 800 is credited in his account as 80. എക്സ് എന്ന് പറയുന്ന ആളുടെ നിന്ന് 800 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, പക്ഷെ അയാളുടെ അക്കൗണ്ടിൽ എഴുതി 80 രൂപ എന്ന്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ആളുടെ നിന്ന് 80 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, പക്ഷെ അയാളുടെ അക്കൗണ്ടിൽ എഴുതി 800 രൂപ എന്ന് എഴുതി. കണ്ടോ? ഇറ്റ് ഈസ് എ കോമ്പൻസേറ്റിംഗ് എറർ. അങ്ങനെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ എമൗണ്ടിലൊന്നും വ്യത്യാസം, ട്രയൽ ബാലൻസിൽ വ്യത്യാസം വരത്തില്ല. ദീസ് എറേഴ്സ് ഡു നോട്ട് അഫക്ട് ദ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഇത് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെന്റിനെ അല്ലെങ്കിൽ ടാലി ആവാതിരിക്കാനായിട്ട് കാരണമാവത്തില്ല. Then errors of duplication. An error of duplication occurs when the same transaction is recorded twice in the books of original entry and hence also posted twice in the ledger accounts. Duplication errors, duplicate എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 പ്രാവശ്യം ഒരേ എറർ തന്നെ ഒരു ട്രാൻസാക്ഷൻ തന്നെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിലും അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സിൽ 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ദിസ് മേ ബി ഡ്യൂ ടു ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലർക്സ് ടു ഡിസ്റ്റിങ്ക്റ്റ്ലി മാർക്ക് ദ ഇൻവോയ്സസ് ആൻഡ് അതർ വൗച്ചേഴ്സ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇത് സംഭവിക്കുന്ന സാധാരണ റെക്കോർഡ് ചെയ്യുന്ന ക്ലർക്കിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ച, ഫെയിലിയർ, അതാണ് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ എററിന് കാരണമാകുന്നത്. കാരണം അവർ റെക്കോർഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ ഓരോ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുമ്പോൾ ആ ഇൻവോയ്സിൽ അവരൊന്ന് മാർക്ക് ചെയ്യാൻ വിട്ടു പോകുമ്പോഴൊക്കെയാണ് ഒരു ഇൻവോയ്സ് തന്നെ 2 പ്രാവശ്യവും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ആ ക്ലർക്കിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ചയാണ് ഈ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷന് കാരണമാകുന്നത്. It may also happen because of confusion due to invoices and vouchers being in duplicate. ചില ബില്ലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാവും. ചില കടയിൽ നിന്നൊക്കെ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 ബില്ലിൻ്റെ ഒരേ ബില്ല് തന്നെയാണ് 2 കോപ്പി നമുക്ക് തരും. ഈ 2 കോപ്പിയും കൂടെ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ റെക്കോർഡ് ചെയ്യുന്ന ക്ലർക്കിന് ഒരു സംശയം വരും, ഇത് ഒരെണ്ണം തന്നെയാണോ അത് 2 എണ്ണമാണോ എന്ന്. ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, പക്ഷെ അവർ 2 പ്രാവശ്യം ആ സെയിം സാധനം തന്നെ എൻട്രി ചെയ്ത് വെക്കും. അങ്ങനെയാണ് എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നത്. Errors of this nature may be difficult to detect through the trial balance as they will not lead to any disagreement therein. ഇങ്ങനെയുള്ള ഒരു എറർ ഒരു കാരണവശാലും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കത്തില്ല. കാരണം രണ്ടിടത്തും 2 പ്രാവശ്യം വീതം എൻട്രി ചെയ്യുന്നുണ്ട്. ട്രയൽ ബാലൻസ് എപ്പോഴും ടാലിയാവും, പക്ഷേ ഈ തെറ്റ് കണ്ടുപിടിക്കാൻ നല്ല പാടായിരിക്കും. എവിടെയാണ് ഈ ഒരു സംഭവം വന്നതെന്നുള്ളത്, ഡ്യൂപ്ലിക്കേഷൻ വന്നത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കെയർഫുൾ വൗച്ചിങ് ഇസ് ദ ഓൺലി ആൻസർ ടു ഡിറ്റക്ഷൻ ഓഫ് സച്ച് എറേഴ്സ്. ഓരോ വൗച്ചേഴ്സും കൃത്യമായിട്ട് സൂക്ഷിച്ച് നമ്മൾ നോക്കി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ എറർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ.